ആഗ്രഹിച്ചതുപോലെ തന്നെ രണ്ടുപേരും ജയിലിലേക്ക്. ഗബ്രിയും ജാസ്മിനും അങ്ങനെ ജയിലിലേക്ക്. പുതിയ ലവ് ട്രാക്ക് തുടങ്ങുവാണോ? ജാസ്മിനെ ഗബ്രിനെ പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ അർജുനും ശ്രീതു. നമുക്ക് നോക്കാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതെ, അങ്ങനെ ഗബ്രിയും ജാസ്മിനുമാണ് ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷന് ജയിലിലേക്ക് പോയത്. പവന്റീം നേരിട്ട് നമ്മുടെ ഗബ്രിയെ നോമിനേറ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം കൂടുതലും നോമിനേഷന് വന്നത് നമ്മുടെ ജാസ്മിനും അപ്സരയുമായിരുന്നു. അപ്സര റാസ്കൽ എന്ന പ്രയോഗം, റോക്കിങ്ങുമായിട്ടുള്ള വിഷയം, അതിനെ പറ്റിയിട്ടൊക്കെ ഋഷി, അർജുൻ, ശരണ്യയൊക്കെ അപ്സരനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജാസ്മിനാണ് കൂടുതലും വന്നത്. ശ്രീരേഖ, ജാൻമണി, യമുന, നോറ ഇവരെല്ലാം ജാസ്മിനെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത്. ഈ രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ജാസ്മിൻ തന്നെയാണ് ഗബ്രിയുടെ കൂടെ ജയിലിലേക്ക് ചെന്നത്. ഒരിക്കലും ഒന്നിലേക്കും നോമിനേഷനിലായാലും ശരി, ജയിൽ നോമിനേഷനായാലും എന്തിലായാലും ജാസ്മിനെ വലിച്ചിരിക്കാത്ത ഗബ്രി ഈ പ്രാവശ്യം നോമിനേറ്റ് ചെയ്തത് ജാസ്മിനെ തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ കൂടെ ജയിലിലേക്ക് വരാൻ ജാസ്മിൻ വേണം എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്തൊക്കെയായാലും ഏതായാലും അവർക്ക് കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നത് ചപ്പാത്തി പരത്തുക എന്നുള്ളതായിരുന്നു. ഹൗസിലുള്ള എല്ലാവർക്കും വേണ്ടി ചപ്പാത്തി പരത്തുക. അത് രണ്ടുപേരോട് കൂടി നന്നായിട്ട് ചെയ്തു. ജയിൽവാസം കഴിഞ്ഞു. പിന്നെ എടുത്തു വരേണ്ടവരാണ് അർജുനും ശ്രീതും തമ്മിൽ എന്തോ കണ്ട് ഒളിച്ചുകളി ഉള്ളതുപോലെ ഒരു ഫീൽ. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം രണ്ടുപേരും കൂടി ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. പരസ്പരം അറിയാൻ ശ്രമിക്കുന്നത് പോലെ ഒരു രീതിയിൽ ഒരുപാട് സംസാരിക്കുന്നത്, പിന്നെ ഡ്രസ്സിംഗ് കോഡൊക്കെ ഒരുപോലെ ആവുന്നത്, ഡ്രസ് കളർ, അതായത് കളറൊക്കെ ഒരുപോലെയുള്ള ഡ്രസ്സൊക്കെ ഇടാൻ ശ്രമിക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ബിഗ് ബോസിൽ മോർണിംഗ് സോങ് ആയിട്ടിടുന്ന സോങ്, അതിലെപ്പോഴും ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ എന്തോ ഒരു ക്ലൂ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് നമ്മളെപ്പോഴും കാണാറുള്ളതാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇട്ട പാട്ട് നമ്മുടെ ചതിക്കാത്ത സുന്ദരിയിലെ കാക്കുത്തിക്കാവിലെ എന്നുള്ള പാട്ടാണ്. ആ പാട്ടിനകത്ത് ഒരു പ്രണയമുണ്ട്, ഒളിച്ചു വെച്ചിരിക്കുന്ന പ്രണയം. ആ രണ്ടുപേരുടെയും ഉള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രണയമുണ്ട്. ആ പ്രണയം പോലെ ഇവിടെ ശ്രീതു അർജുനും ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അർജുന് ചിരിയിൽ വീണുപോയ ഒരുപാട് പ്രേക്ഷകരുണ്ട്. ആ പ്രേക്ഷകർ അതുകൊണ്ട് തന്നെ നല്ലൊരു ഫാൻ ബേസ് അർജുന് ഇപ്പോഴും ഉണ്ട്. ഹൗസിലൊന്നും ചെയ്തില്ല എങ്കിലും ഒരു നല്ല ഫാൻ ബേസ് അർജുന് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ലവ് കോമ്പോയും കൂടെ വരുവാണെങ്കിൽ നല്ലൊരു ചേഞ്ച് തന്നെയായിരിക്കും ഗെയിമിലുണ്ടാവുക. ഏതായാലും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ലവ് കോംബോയാണോ ഹിറ്റാവുക, അത് അർജുനും ശ്രീതുവും തമ്മിലുള്ള ലവ് കോംബോയാണോ ഹിറ്റാവുക, ഏതായിരിക്കും എന്ന് നമുക്ക് നോക്കി കാണുക തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ ഏതാണ് എന്നും ആരൊക്കെ ലവ് ട്രാക്കിലേക്ക് വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ. ബൈ.